വീണ്ടും സ്വാഗതം ന്യൂസ് മോർണിംഗിലേക്ക്. അങ്ങനെ നേരെ പോകുന്നത് താമരശ്ശേരിയിലേക്കാണ്. താമരശ്ശേരി അമ്പായത്തോട് കഴിഞ്ഞ 2 ദിവസങ്ങളായി സംഘർഷവും അതിന്റെ ഭാഗമായുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ CPM-ന്റെ ആരോപണം, CPM നേരത്തെ പറയുന്നത് സംഘർഷം സൃഷ്ടിച്ചത് SDPI എന്ന നിലപാടാണ്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CPM ഇപ്പോഴും. ബോധപൂർവമായ ഗൂഢാലോചനയാണ് നടന്നതെന്നാണ് CPM ജില്ലാ സെക്രട്ടറി പറയുന്നത്. SDPI നേരത്തെയും മറ്റ് സ്ഥലങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും അവർ അതിനെ അടിവരയിടാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. അവർ പറയുന്നത് സമാധാനപരമായി കാര്യങ്ങൾ നേരിട്ട് പോലീസിനെയൊക്കെ സംഘർഷം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന നടപടികൾ ഉണ്ടായി എന്നുകൂടിയാണ് ജില്ലാ സെക്രട്ടറി മെഹബൂബ് മീഡിയ വണിനോട് പറഞ്ഞത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് ചേരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ടിന് മുന്നിൽ നടന്ന സമരത്തിൽ SDPI ആണ് എന്നുള്ളത്. അത് എന്താണ്, അതിനൊരു തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ് SDPI ആണെന്ന് പറഞ്ഞത്? ബോധപൂർവമായ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്ന സംഭവമാണ്. ആ സംഭവത്തിൽ ആ ആക്ഷൻ കമ്മിറ്റിയിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ നിരപരാധികൾ, അവരിതൊന്നും അറിയില്ല. എന്നാൽ ഒരു കൂട്ടം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അത് വന്നത് SDPIയുടെ ആളുകൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം അവർ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെയും അത്തരം സംഭവങ്ങൾ നടന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അവിടെ ഒരു ആലോചനയുടെ ഭാഗം അല്ലെങ്കിൽ ഒരു 10-14 വാഹനം കത്തിക്കാൻ താനെ കത്തുമോ? ഒരു കെട്ടിടം പാടെ കത്തി നശിച്ചിരിക്കുന്നു. ഇത് തീ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തീപ്പെട്ടി വരച്ചാൽ കത്തില്ലല്ലോ. അപ്പോൾ അതിനെല്ലാമുള്ള സജ്ജീകരണങ്ങളോടുകൂടി ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ പാർട്ടിയുടെ അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി തന്നെ പറഞ്ഞു, വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി, സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇതിലെ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. സമാധാനപരമായി എല്ലാ കാര്യങ്ങളെയും നേരിടുന്ന പോലീസിനെ പൂർണ്ണമായും സംഘർഷമുണ്ടാക്കാൻ പ്രേരിപ്പിക്കത്തക്ക രീതിയിലുള്ള നടപടികളാണ് ഇന്നലെയും അവിടെ നടന്നത്. പോലീസുകാർ മനഃപൂർവ്വം അവിടെ പ്രകോപനം സൃഷ്ടിച്ചു. ഫ്രഷ് കട്ടിന്റെ വാഹനം ഈ സമരക്കാർക്കിടയിലൂടെ ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷനോടുകൂടിയാണ് അവർ കുറച്ച് നാളുകളായി അവരുടെ ഈ ഫ്രഷ് കട്ട് സ്ഥാപനം നടത്തി വരുന്നത്. അവിടെ പോലീസ് അവർക്ക് അതിന് തടസ്സമുണ്ടാകരുതെന്ന ധാരണയിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഉറപ്പാണ്. പക്ഷേ പോലീസിന് നേരെ കയ്യേറ്റം വന്നപ്പോഴാണ് പോലീസ് പ്രതികരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതിൽ ഒന്നാം പ്രതി DYFI നേതാവാണ്. പക്ഷേ അദ്ദേഹം പറയുന്നൊരു പോയിന്റ്, ആ സമരം മാന്യമായി നടത്തിയവർ ഇതിൽപ്പെട്ടവരല്ല, നേരെ മറിച്ച് ചില ആളുകൾ നുഴഞ്ഞു കയറി മറുഭാഗത്തുകൂടെ വന്ന് ഫാക്ടറി കത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് CPM ഉന്നയിക്കുന്ന പോയിന്റ്.